أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അത്തജറുജു മിനദ്ദുന്യാ, സമ്പത്തിനോടുള്ള ആഗ്രഹം കൽബിലുണ്ടാവരുത്. പെണ്ണുങ്ങളെ, ആഭരണങ്ങളോടുള്ള അത്യാർത്തി ഉണ്ടാവരുത്. ആഗ്രഹമാവാം, അത്യാർത്തിയാവരുത്. വീടിനോട്, കച്ചവടത്തോട്, വാഹനത്തോട് എന്തെന്നില്ലാത്തൊരു അഭിനിവേശം അത്ര വേണ്ട. അല്ലാഹുമ്മ അഅ്തിനി ദുന്യാ ഫീ ഐദീനാ വലാ തുഅ്തിഹാ ഫീ ഖുലൂബിനാ. പടച്ചവനെ, പൈസ വേണം, ജീവിക്കാൻ പൈസ വേണ്ടി വരും, എന്നാൽ അത് ഞങ്ങളുടെ കൈകളിൽ തരണം, ഞങ്ങളുടെ മനസ്സിലേക്ക് തരരുത് എന്നാണ് ദുആ ചെയ്യേണ്ടത്. സമ്പത്തിനോടൊരു പിടുത്തം. അതുകൊണ്ടാണ് ഒരു പൊതുവഴിക്കോ അയൽപക്കക്കാരന് വഴി കൊടുക്കാനോ ഒരു 2 അടി നിങ്ങൾ വിട്ടുതരുമോ, മതിലൊന്ന് മാറ്റിക്കുത്തുമോ എന്ന് ചോദിച്ചാൽ തരില്ല എന്ന് പറയാൻ കഴിയുന്നത് സമ്പത്തിനോടുള്ള സ്നേഹം കൽബിൽ കടന്നുകൂടിയത് കൊണ്ടാണ്. അത് അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാൻ തടസ്സമാകും. മുതലിനോടൊരു വല്ലാത്ത ആർത്തി, തന്റെ അയൽവാസിക്ക് കടന്നു പോകാൻ ഒരു വാഹനം തിരിക്കാൻ, അവിടെ ഒന്നൊരൽപ്പം ഒരു 2 സെന്റ്, 1/2 സെന്റ്, 4 അടി നിങ്ങൾക്ക് വേണ്ട കാശ് തരാമെന്ന് പറഞ്ഞാൽ പോലും അഹങ്കാരവും അസൂയയും മനസ്സിൽ കൊണ്ട് നടന്നിട്ട് തരില്ല എന്ന് പറയുന്നവർ ഏത് വിശ്വാസമാണ് കൊണ്ട് നടക്കുന്നത്? ഇസ്ലാമിക വിശ്വാസികൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. കാരണം ഖൽബിനുള്ളിലേക്ക് സമ്പത്തിനോടുള്ള മോഹം കയറാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്ന് ചോദിക്കുന്നു, യാ റസൂൽ, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു. നബിയേ, എനിക്കൊരു കാര്യം പറഞ്ഞു തരണം നബിയേ, ഞാനത് ചെയ്താൽ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം, ആ കാര്യം ചെയ്താൽ അല്ലാഹു എന്നെ ഇഷ്ടപ്പെടണം, അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തരൂ നബിയേ. എന്തൊരു നല്ല ചോദ്യമല്ലേ? ഒരു കാര്യം പറഞ്ഞു തരും നബി, അത് ചെയ്താൽ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടും, അത് ചെയ്താൽ അല്ലാഹു എന്നെ ഇഷ്ടപ്പെടും, അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തരൂ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോടാണ് ആ ചോദ്യം. നല്ല കട്ടിയുള്ളൊരു ചോദ്യമല്ലേ? ഒറ്റ കാര്യം, അത് ചെയ്താൽ അള്ളാഹുവിനോട് ഇഷ്ടം വരണം, ജനങ്ങളോക്കും എന്നോട് ഇഷ്ടം വരണം. അതിന് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി ഈ വിഷയവുമായി ഏറ്റവും ബന്ധമുള്ള ഹദീസാണിത്. ഇസ്ഹദ് ഫിദ്ദുന്യാ യുഹിബ്ബുകല്ലാഹ്. പൈസ പൈസ എന്ന ചിന്തയിലായി ജീവിക്കല്ലേ, പൈസ ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തിന് വേണ്ടി നടക്കല്ലേ. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും ഈ ദുന്യാവിൽ നീ പരിത്യാഗം ചെയ്താൽ. സമ്പത്ത് സ്വഹാബികൾക്കുണ്ടായിരുന്നു, എന്നാൽ അത് മനസ്സിലുണ്ടായില്ല. സമ്പത്തുണ്ടപ്പോഴല്ലേ സഹായിക്കാൻ കഴിയൂ, സമ്പത്തുണ്ടെങ്കിലല്ലേ സ്വതക്ക കൊടുക്കാൻ കഴിയൂ. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചപ്പോ സകാത്ത് കൊടുക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്നവരാണ് എന്നും അവിടെ അർത്ഥമുണ്ട്. അധ്വാനിച്ചിട്ട് എനിക്ക് മതി, വീടായല്ലോ, കുട്ടികളായല്ലോ, ഞാൻ നിർത്തുകയാണ്, വേണ്ട, അധ്വാനിച്ചോളൂ. അങ്ങനെ ഒരുപാട് അധ്വാനിച്ചിട്ട് സമ്പത്ത് ഒരുപാട് കിട്ടുമ്പോൾ അതിന് സകാത്ത് കൊടുക്കാൻ കഴിയും. സകാത്ത് കൊടുക്കാൻ കഴിയുന്നവരെ നിങ്ങൾ ബിസിനസ് ചെയ്തോളൂ എന്ന തരത്തിലൊരു ആശയം ആ ആയത്തിനുള്ളിലുണ്ടത്ര. അതുകൊണ്ടാണ് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ എന്ന് പറയാൻ കാരണം. മുഅദ്ദൂൻ എന്നല്ല, ഫാഇലൂൻ എന്നാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. ചൂടത്തൊക്കെ വെള്ളം കൊണ്ടുവരുന്ന വളണ്ടിയർമാർ, മാഷാ അല്ലാഹ്, വലിയ സേവനാണത്. അൽഹംദുലില്ലാഹ്, വലിയ കൂലി. ഓരോ മുറുക്കും ബിസ്മി ചൊല്ലി കുടിക്കുക, വലത്തെ കൈ കൊണ്ട് കുടിക്കുക, പിന്നെ ഇരുന്നിട്ടാണ്, കുഴപ്പമില്ല, 2-3 ഇറക്കായിട്ട് കുടിക്കുക, അൽഹംദുലില്ലാഹ് എന്നും പറയാം. 5 സുന്നത്ത് കിട്ടും വെള്ളം കുടിക്കുമ്പോഴേക്കും. സുബ്ഹാനല്ലാഹ്. അതൊക്കെ അതിനെ സംഭാവന ചെയ്ത ആൾക്ക് കിട്ടും, കൊണ്ടുകൊടുക്കുന്ന ആൾക്ക് കിട്ടും, എല്ലാവർക്കും കിട്ടും. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. നമ്മൾ വീട്ടിലൊക്കെ എത്ര വെള്ളം കുടിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ചിന്തിക്കാറുണ്ടോ ആ സുന്നത്തുകളൊക്കെ? അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഒരിറ്റു വെള്ളം. എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഭാര്യ ഗൾഫിൽ ഒരു സർജറിക്ക് വിധേയമായി, ടോൺസിൽസിൻ്റെ അങ്ങനെ സർജറി ഇച്ചിരി പിഴവ് പറ്റി, ഒരു മുറുക്ക് വെള്ളം കുടിക്കലാണ് ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. ഒരു മുറുക്ക് വെള്ളം, തരിപ്പ് പോവും, സ്ട്രോ ഇട്ടിട്ടാണ് കുടിക്കുന്നത്. ചെറുപ്പക്കാരിയായ പെണ്ണാണ്, 28-30 വയസ്സ് താഴെ പ്രായമേ ഉള്ളൂ. പക്ഷേ ഒരു ഞരമ്പിന് കത്രിക തട്ടിപ്പോയി. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ശ്വസിക്കുന്ന ആ നാളം ഓട്ടോമാറ്റിക് അടയണം, അല്ലെങ്കിൽ ശ്വസിക്കുന്നിടത്തൊക്കെ വെള്ളം പോയി പോകും, വെള്ളം സ്പില്ലാവും. ആ സ്ഥലം മുഴുവൻ അടയണില്ല. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ശ്വാസകോശത്തേക്ക് പോവുകയാണ് വെള്ളം.
ശ്വാസം നീങ്ങും, ശ്വാസം കിട്ടാതെ വരും. നമ്മൾ അറിയുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന എത്ര വലിയ നിഅമത്താണെന്ന്. ആ രോഗത്തിൽ കിടക്കുന്ന സഹോദരിയുടെ വലിയൊരു അഭിലാഷം ഭക്ഷണം. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, പല്ല് വരാത്ത കുഞ്ഞുങ്ങൾക്ക് അരച്ചു കൊടുക്കുന്ന പേസ്റ്റാക്കിയിട്ടാണ് കഴിക്കേണ്ടത്. നല്ല അരിഭക്ഷണം, മാംസമൊക്കെ കഴിച്ചിരുന്ന, പച്ചക്കറിയും അല്ലാതും ചപ്പാത്തിയും ഒക്കെ കഴിച്ചിരുന്ന ഒരു നമ്മളെപ്പോലെയുള്ളൊരു സഹോദരി. അപ്പോൾ ആഗ്രഹം ഒരു മുറുക്ക് വെള്ളം കുടിക്കണം എന്നാണ്. തരിപ്പ് പോവാണ്, ശ്വാസം നീങ്ങി പോവാണ്. നമ്മൾ അറിയുന്നുണ്ട് എത്ര വലിയ നിഅമത്താ. ഉടനെ വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാഹ്, ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ്. അത്തിപ്പറ്റ ഉസ്താദൊക്കെ ഏത് മജ്ലിസിലും പറയൂലേ, അൽഹംദുലില്ലാഹ് പറയണം, ബിസ്മില്ല ചൊല്ലണം, വലത് കൈകൊണ്ട് തിന്നണം. ഉസ്താദ് ഇത് പറയാത്തൊരു മജ്ലിസും ഉണ്ടാവില്ല. ഒക്കെ വലിയ നിഅമത്തുകളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതില്ല ഇതില്ല, വീടായിട്ടില്ല, ഇവിടുന്ന് വലിപ്പം പോരാന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കോടിക്കണക്കിന് രൂപ വില വരുന്ന സാമഗ്രികളാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഇതിനൊക്കെ വില എത്രയാണ്? അതുകൊണ്ട് ഇതിന് ശുക്ർ ചെയ്യുക. അല്ലാഹുമ്മ ജഅൽനാ മിനശ് ശാകിരീൻ. ആമീൻ. നബി ഞങ്ങളോട് ചോദിക്കുന്നു, റസൂലേ നബിയേ, ജനങ്ങളെ ഇഷ്ടപ്പെടാനും അല്ലാഹു എന്നെ ഇഷ്ടപ്പെടാനും എന്താണ് ചെയ്യേണ്ടത്? പൈസയുടെ പിന്നാലെ നടക്കരുത്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. അതെല്ലാവരും മൂല്യന്മാർ, പ്രത്യേകിച്ച് വാഴ്ന്നു പറയുന്ന ആൾക്കാർ പൈസക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല. ആലിമീങ്ങൾ അവർ ജോലി ചെയ്യാൻ നിങ്ങൾ കൂലി കൊടുത്തേക്കണം. ദഅവത്ത് കൂലിപ്പണിയല്ല, പണി വേറെ നോക്കണം. ഇത് അല്ലാഹുവിന് വേണ്ടിയുള്ള ജോലിയാണ്. ആരെങ്കിലും പൊരുത്തപ്പെട്ട് എന്തെങ്കിലും കൊടുക്കുന്നോ അതിനെ സംബന്ധിച്ചല്ല നമ്മൾ പറയുന്നത്. കൂലി ചോദിച്ചിട്ട് ഇത്ര, ഈ പരിപാടിയൊന്നും പാടില്ല, ചെയ്യാൻ പാടില്ല. ഇസ്ഹദ് ഫിദ്ദുന്യ യുഹിബ്ബുകല്ലാഹ്. പൈസക്ക് വേണ്ടി നടന്നാൽ അള്ളാഹു വെറുക്കും, ജനങ്ങൾ വെറുക്കും. അള്ളാഹു ഇഷ്ടപ്പെടണോ? ദുന്യാവിനെ പരിത്യജിക്ക്, അതിന്റെ പിന്നാലെ പോവല്ലേ. വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. ജനങ്ങളുടെ കയ്യിലുള്ള പൈസ അത് വേണമെന്ന് അതിലേക്ക് കണ്ണിട്ട് വെക്കണ്ട. ജനങ്ങളുടെ കയ്യിൽ നിന്നിട്ട് കിട്ടണം അത് വിചാരിക്കല്ലേ. എന്നാൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങൾ അവരുടെ പോക്കറ്റിൽ ഇങ്ങോട്ട് കിട്ടാൻ എന്താ മാർഗം, അത് നോക്കി നടക്കുകയാണ്. ജനങ്ങൾക്ക് വലിയ ഇഷ്ടമുണ്ടാവില്ല. ഫോൺ വിളിച്ചാൽ കടം ചോദിക്കാൻ വിളിക്കാൻ, വാതിലേക്ക് വന്ന് മുട്ടിയാൽ എന്തോ പിരിവിന് വന്നതാണ്. അങ്ങനെ ജനങ്ങൾ ഇഷ്ടപ്പെടാതെ പോകും. പൈസയ്ക്ക് വേണ്ടി ജീവിക്കല്ലേ. ഇതാ നബി തങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ ആശയം. അള്ളാഹുവും ജനങ്ങളും ഇഷ്ടപ്പെടാനുള്ള വഴി അതാണ്. പറയാനുള്ളത് റബ്ബിനോട് പറ, അള്ളാഹു തരട്ടെ. അള്ളാഹുവിന്റെ ഉബൂദിയത്താവട്ടെ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. അള്ളാഹു നമുക്ക് അവന്റെ മർളാത്ത് രണ്ട് ലോകത്തും റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഖുതൈബത്ത് ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് ധർമ്മസമരത്തിന് വേണ്ടി കടന്നുപോയ ഒരു ജിഹാദിന്റെ ചരിത്രമുണ്ട്. നമ്മുടെ സമയം വൈകിയതുകൊണ്ട് ഞാൻ മാറ്റിവെക്കുകയാണ്. ഖുതൈബത്ത് ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സംഘത്തിലൂടെ കടന്നുപോയ മഹാനായ പണ്ഡിതൻ മുഹമ്മദ് ഇബ്നു വാസിഅ റളിയല്ലാഹു തആല അൻഹു യുദ്ധം നടക്കാൻ പോകുമ്പോൾ ഖുതൈബത്ത് ഇബ്നു മുസ്ലിം തങ്ങൾ ചോദിച്ചു, മുഹമ്മദ് ഇബ്നു വാസിഅ എവിടെ? നോക്കും, അദ്ദേഹം തന്റെ കുന്തം പിടിച്ച് നിന്നിട്ട് സബ്ബാബ വിരൽ, ചൂണ്ടുവിരൽ അല്ലാഹുവിലേക്ക് ഉയർത്തി, അല്ലാഹുമ്മ അൻസുർനാ, അല്ലാഹുമ്മ അൻസുർനാ, അല്ലാഹുമ്മ അൻസുർനാ. റബ്ബേ ഞങ്ങൾക്ക് വിജയം തരണം, റബ്ബേ ഞങ്ങൾക്ക് വിജയം തരണം, അല്ലാഹുവേ ഞങ്ങൾക്ക് വിജയം തരണം. സ്വഹാബത്തിന്റെ കാലം. ഇന്നത്തെ അഫ്ഗാനിലെ കാബൂളിലാണ് യുദ്ധം നടക്കുന്നത്. അവിടേക്ക് പോവേണ്ടി വന്നു. മഹാനായ ഖുതൈബ തങ്ങളോട് ആളുകൾ പറഞ്ഞു, മുഹമ്മദ് ഇബ്നു വാസിഅ കയ്യുയർത്തി ദുആ ചെയ്യുന്നുണ്ട്. മഹാനോട് പറഞ്ഞു, ഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസിഅൻ ഖൈറുൻ ഇൻദി മിൻ 100,000 സൈഫിൻ ഷഹീരിൻ വ 100,000 ബത്ലിൻ തുരീർ. 1,00,000 വാളും 1,00,000 യോദ്ധാക്കളും കിട്ടുന്നതിനേക്കാളും എനിക്കുത്തമം മുഹമ്മദ് ഇബ്നു വാസിഇന്റെ ആ ഒരു വിരലുയർത്തിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് വിജയം ഉറപ്പാണ് പ്രഖ്യാപിച്ചു. യുദ്ധം നടന്നു, യുദ്ധം വിജയിച്ചു. കാബൂളിൽ വലിയ വലിയ സ്വർണ്ണക്കട്ടകൾ കിട്ടി. സ്വർണത്തിന്റെ കട്ടകൾക്ക് റൂസിൽ ബഖർ, അങ്ങനെ പറഞ്ഞത് പശുക്കളുടെയൊക്കെ തല പോലത്തെ പോലെ വലിയ വലിയ സ്വർണത്തിന്റെ കട്ടകൾ, സ്വർണവും വെള്ളിയും. സൈന്യാധിപൻ ഖുതൈബ റളിയല്ലാഹു അൻഹു അതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കാണ് ഈ സ്വർണം കിട്ടിയാൽ വേണ്ട എന്ന് പറയുക? ആരാണ്? അവര് പറഞ്ഞു, ഞങ്ങളൊക്കെ അത് കിട്ടുന്നത് പോന്നോട്ടെ എന്ന് തന്നെ വിചാരിക്കുള്ളൂ.
എന്നാൽ അറിയുമോ, ഇന്ന മിൻ അസ്ഹാബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കഴിഞ്ഞ ചില ആളുകളുണ്ട്, ഈ സ്വർണം കൊടുത്താൽ അവര് വേണ്ട എന്ന് പറയും. നിങ്ങൾക്ക് കാണണോന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടാവോ? പൈസ കൊടുത്താൽ വേണ്ട എന്ന് പറയുന്നവര് ഉണ്ട്. ഖുതൈബത്ത് ഇബ്നു മുസ്ലിം എന്നവര് ചോദിച്ചു, അയ്ന മുഹമ്മദ് ഇബ്നു വാസി എവിടെ? ദാന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വരീന്ന് പറഞ്ഞു. ദാ ഈ സ്വർണത്തിൽ നിങ്ങൾക്ക് വേണ്ടത് എടുത്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു പിടി അങ്ങോട്ട് വാരിയെടുത്തു. പഠിച്ചവനെ, അല്ലാഹുമ്മ ലാ തുഖയ്യിബ് ളന്നി ഫീഹി, ഈ മുഹമ്മദ് ഇബ്നു വാസിന് ഇത് വേണ്ട എന്ന് പറയുന്ന ആളാണെന്നാണ് റബ്ബേ ഞാൻ മനസ്സിലാക്കിയത്. എന്റെ അനുയായികളുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തുമോ? ഇയാൾ എടുക്കില്ല എന്ന ധൈര്യത്തിലാണ് ഞാൻ ആ പറഞ്ഞത്. അദ്ദേഹം അത് കൂരിയെടുക്കുകയും ചെയ്തുവല്ലോ. പറക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാവുമല്ലോ, പല ബടായും വിട്ടിട്ട് പറഞ്ഞ പോലെ നടന്നിട്ടില്ലെങ്കിൽ വലിയ മാനക്കേടല്ലേ. അദ്ദേഹം ഇതെടുത്ത് നടന്നു. ഒരാളോട് പറഞ്ഞു പിന്നാലെ പോന്ന് പറഞ്ഞു. ഇത് നിറയെ സ്വർണമാണ്. നടന്നു പോകുമ്പോ സൈന്യത്തിന്റെ കവാടത്തെങ്കിൽ ഒരു മിസ്കീനായ മനുഷ്യൻ ഇരിക്കുന്നുണ്ട്, പാവപ്പെട്ട ഒരാള്. വല്ല സഹായവും തരണേ എന്ന് പറഞ്ഞപ്പോ ആ മുഴുവൻ സ്വർണവും ആ മിസ്കീന്റെ കയ്യിലേക്ക് കൊടുത്തു. മുഹമ്മദ് ഇബ്നു വാസി എന്നവര് മിസ്കീനോട് പറഞ്ഞു, വേഗം ഖുതൈബ തങ്ങളുടെ അടുത്തേക്ക് പോ, വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ചെന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, ആര് തന്നു? ഒരാള് തന്നു. കൂട്ടുകാരെ ഓടി വരൂ, ഞാൻ പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ ആളുകളിൽ സ്വർണവും വെള്ളിയും കൊടുത്താൽ മണ്ണ് കൊടുത്ത പോലെ വിചാരിക്കുന്ന ആളുകളുണ്ട് എന്ന്. നാം ആ കൊടുത്ത സ്വർണവും വെള്ളിയും മിസ്കീനായ മനുഷ്യന് ഒരു തരി പോലും കയ്യിൽ വെക്കാതെ സ്വതക്ക ചെയ്ത മഹാനാണ് മുഹമ്മദ് ഇബ്നു വാസി റഹ്മഹുല്ലാഹ് എന്ന് ആ സദസ്സിനെ അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. യാ അല്ലാഹ്, ഇന്ന് പൈസക്ക് വേണ്ടിയാണ് തർക്കം, പൈസക്ക് വേണ്ടിയാണ് പിണക്കം, പൈസക്ക് വേണ്ടിയാണ് വാപ്പയോട് മിണ്ടാത്തത്, പൈസയെ ചൊല്ലിയാണ് ഉമ്മയോട് മിണ്ടാത്തത്. ജ്യേഷ്ഠനജന്മാര് പിണങ്ങിയത്, കൂട്ടുകച്ചവടക്കാർ തെറ്റിപ്പോയത് പിണങ്ങിയത്, പൈസ എടുത്തതിന്റെ പേരിൽ, വഞ്ചിച്ചതിന്റെ പേരിൽ, തനിക്ക് കിട്ടേണ്ടത് തരാത്തതിന്റെ പേരിൽ അല്ലേ? ആകെ കുഴപ്പം പൈസന്റെ പേരിലല്ലേ? ഈ സമ്പത്തിനോടുള്ള ആപ്തിയുള്ള ആളുകൾക്ക് രക്ഷിതാവായ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുമുള്ള സഹായം ലഭിക്കാതെ പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ വിഷയം, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വിഷയം, മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ്, തഫക്കുറു ഫീ ആയാത്തില്ലാഹ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കലാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും. ഒരു വൃക്ഷത്തെക്കുറിച്ച് ആലോചിക്കുക. നല്ല മനോഹരമായ വൃക്ഷല്ലേ? ഈ വൃക്ഷത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഇല ഉണ്ടല്ലോ, ആ ഇല പൊട്ടിച്ചു നോക്കിയാൽ അതിൽ വെള്ളം ഉണ്ടാവും അല്ലേ? ആ വെള്ളം പോയത് ഇതിന്റെ വേരിലൂടെ കിട്ടിയ വെള്ളം മേലോട്ട് കൊണ്ടുപോയതാണ്. ഇത്ര ഹൈറ്റുള്ള ഒരു ടാങ്കിൽ നമ്മൾ വെള്ളം അടിക്കാന്ന് സങ്കല്പിച്ചോളൂ. എത്ര യൂണിറ്റ് കറണ്ട് വരും? എത്ര സെറ്റപ്പ് ചെയ്യണം? എത്ര പൈപ്പ് വേണം? എത്ര ഫോഴ്സ് മോട്ടോർ വേണം? ഇതൊന്നുമില്ലാതെ ഒരു വൃക്ഷത്തിന്റെ അറ്റത്തേക്ക് മേലോട്ട്, തേങ്ങയിടുമ്പോൾ തേങ്ങയിൽ വെള്ളമുണ്ടോ കുലുക്കുമ്പോൾ നമ്മൾ അറിയണം, ഇത് വേരിലൂടെ മേലോട്ട് പൊക്കി കൊടുത്തതാണ് അല്ലാഹു. വെള്ളം താഴെ ഇറങ്ങാൻ എളുപ്പമാണ്, ഇത് മേലോട്ട് പൊക്കി കൊടുക്കണം, അപ്പോഴേ തേങ്ങൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തുള്ളൂ. എൻ്റെ മുഅ്മിനെ, ഏത് ചെറുതും വലുതും അത്ഭുതമാണ്. ഈ ലോകം അത്ഭുതമാണ്. ഈ ലോകം അല്ലാഹുവിനെ പറ്റി പറയുന്ന പുസ്തകമല്ലയോ? അള്ളാഹുവിനെ പറ്റി അറിയിക്കുന്ന പുസ്തകമല്ലയോ ഇത്? അള്ളാഹുവിനെ പറ്റി ഓർക്കുന്ന ആളുകൾ അവൻ ഇഷ്ടപ്പെട്ടവരല്ലയോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്, തീർച്ചയായും ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, രാവും പകലും മാറി മാറി വരുന്നത്. ഈ മണിക്കൂറുകൾ കഴിഞ്ഞാൽ നേരം വെളുക്കും, നേരം പുലരും. സുബ്ഹാനല്ലാഹ്. ഇവിടെ നേരത്തെ നേരം വെളുക്കും, കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൾഫിൽ നേരം വെളുക്കും അല്ലേ? ഗൾഫൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സിലായി ഭൂമി ഉരുണ്ടിട്ട് തന്നെയാണെന്ന്. ഫോൺ ചെയ്യുമ്പോൾ അവിടെ മഗ്‌രിബായോ? മഗ്‌രിബായി. ഞങ്ങൾക്കിനി മഗ്‌രിബായ 2-3 മണിക്കൂറും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഉരുണ്ടതാണ് ശരിക്കും ഉറപ്പാവൽ അപ്പോഴാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. രാവും പകലും അള്ളാഹുവിനെ ഉരുട്ടിക്കൊണ്ടുപോകുമല്ലേ? നമ്മൾ വിചാരിക്കും ഇതാ 5 മണിക്ക് 5:30 ആകുമ്പോഴേക്ക് സൂര്യോദിച്ച് നല്ല വെളിച്ചാവും. എന്തുറപ്പാണുള്ളത്? സുബ്ഹാനല്ലാഹ്. വലിയ അത്ഭുതമല്ലേ? ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആരാ ബുദ്ധിമാനികൾ എന്നറിയോ?
الذين يذكرون الله قياما وقعودا وعلى جنوبهم നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും അല്ലാഹുവിനെ ഓർക്കുന്നവർ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്നിട്ട് ആകാശഭൂമികളുടെ സെറ്റപ്പിനെ കുറിച്ച് ആലോചിക്കുന്നു റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില ഇതൊന്നും നീ വെറുതെ പടച്ചതല്ലല്ലോ തമ്പുരാനെ ഫഖിനാ അദാബന്നാർ ഞങ്ങളെ നരകത്തിൽ നിന്നും കാക്കേണമേ. നമ്മുടെ ഒരു ഫ്ലഡ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഇച്ചിരി ഒന്ന് ഇല്യൂമിനേറ്റ് ചെയ്യാൻ കഴിയും, ഇച്ചിരി പ്രകാശം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ മൈതാനിയിൽ അല്ലേ. രാത്രിയാണ്, ഇപ്പൊ കളി നടക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ലൈറ്റ് ഉണ്ടാവും. അള്ളാഹുവിന്റെ ലൈറ്റ് സൂര്യൻ വന്നാൽ ഇതൊക്കെ ലൈറ്റ് ഇട്ടോ പോയ ആൾക്കാർ കളിയാക്കൂലേ. സൂര്യന്റെ വെളിച്ചം ഉണ്ടാവുമ്പോൾ ഇതൊക്കെ എന്ത് അല്ലേ. അള്ളാഹുവിന്റെ വെളിച്ചം കൊണ്ട് പോയാൽ നമ്മളെ കൊണ്ട് കഴിഞ്ഞ വെളിച്ചം ഉണ്ടാക്കി വെക്കുക, ഇതൊന്നും തികയൂല. സൂര്യപ്രകാശം വന്നാൽ പൊത്തിലും മാളത്തിലും വരെ വെളിച്ചുണ്ടാവും, നമ്മൾ ചൂവിട്ടാതെ കിട്ടൂല. അള്ളാഹുവിന്റെ വെളിച്ചം വശംസി വദുഹാഹ സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രഭയെ തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം അത്ഭുതകരമായ സൃഷ്ടിയാണ് എന്നതിൻ്റെ ഉള്ളിലൂടെ വരുന്നുണ്ട്. സൂര്യൻ അത്ഭുതകരമായ ഒരു ഗോളമാണ്, നക്ഷത്രമാണ്. ഇതൊക്കെ പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ കഴിയും. അവന്റെ മഹബ്ബത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. അവനെ ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. റബീഅ ഇബ്നു ഹുസൈം എന്നവരെ പറ്റി ഇബ്നു മസ്ഊദ് എന്നവർ പറഞ്ഞ പോലെ, റബീഅ നിങ്ങളെ കണ്ടാൽ അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമാവും കേട്ടോ എന്ന് പറഞ്ഞ പോലെ നമ്മളെ കാണുമ്പോൾ മുത്ത ഹബീബ് ഇഷ്ടപ്പെടുന്ന സ്വഭാവം അള്ളാഹു നമുക്ക് നൽകട്ടെ. അവന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠിക്കാനും ഓതാനും പാരായണം ചെയ്യാനും ഒക്കെ പഠിക്കാനുമൊക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.